വാസു ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. ആ ഓണം തിരിക്കി, നാലാള് കേക്കട്ടെ. ശരി. അയച്ചോ? ഇതിപ്പോ വണ്ടി എടുത്തിട്ട് എത്ര ആളായി? 1 വീക്ക് ആവുന്നു. 1 വീക്ക് ആവുന്നു. എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഇതൊക്കെ ഞാൻ എന്റെ 1.5 വയസ്സിൽ ബാപ്പാന്റെ മടി കുത്തിന്ന് ഓടിക്കും. അപ്പൊ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ സാധാരണ റിവേഴ്സ് എടുക്കുന്നു, കണ്ണും പൂട്ടി എനിക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും. കുറെ ഐറ്റംസും വല്ലാത്ത ശബ്ദങ്ങളും വരുന്നുണ്ടല്ലോ. അതേ മോഡല് വണ്ടിയല്ലേ? എന്നെ സമ്മതിക്കണല്ലേ? എന്തിനാ ഞാൻ കണ്ണേറ്റി വണ്ടി ഓടിക്കുന്നതിന്? ഇന്ത്യ മൊത്തം കറങ്ങും ഇവനായിട്ട്. അങ്ങനെ ഇന്ത്യ മൊത്തം കറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അത്രക്ക് വേണ്ട. റെബക്ക ശരിക്കും ഭയങ്കര റൈഡിംഗ് മൂഡുള്ള ഒരാളാണ്. റൈഡിംഗ് മോഡ് എന്ന് വെച്ചാണെങ്കിൽ പൊളിച്ചടക്കി പോണം. അതൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ യാത്രയൊക്കെ? ഓ, റോഡെല്ലാം വളരെ മോശം. അതുകൊണ്ട് സ്പീഡ് ലിമിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 130-140 ആയിട്ട് ലിമിറ്റ് ചെയ്ത്. ഓവർടേക്ക് പടപടപടപട. എനിക്ക് റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു ഭ്രാന്ത. കഴിഞ്ഞാൽ ചെറിയൊരു ഭ്രാന്ത. എനിക്ക് ഫ്രണ്ടിൽ പോണം, എന്റെ ഫ്രണ്ടിൽ വണ്ടി വരാൻ പാടില്ല. ഞാൻ ഇവിടുന്ന് കേറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ, കാരണം ഇതിന്റെ ഇടയ്ക്ക് എങ്ങാനും ഡീസൽ അടിക്കാൻ കയറി കഴിഞ്ഞാൽ ഞാൻ ഓവർടേക്ക് ചെയ്ത വണ്ടികളൊക്കെ എന്നെ ഓവർടേക്ക് ചെയ്ത് പോലോ എന്നാണ് എന്റെ സങ്കടം. എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരുത്തരെയും ഞാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കേറത്തില്ല. അവന്റെ ഓടിക്കലിൽ നിന്ന് ഞാൻ നിർത്തും. ഏതൊരപ്പാടാണ് നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്? എന്റെ ഫ്രണ്ടിൽ വണ്ടി വരാൻ പാടില്ല. കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്കന്നാ. അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന്. കാലുമടക്കി ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരന് സൈഡ് വരും.